വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 3 പെൺകുട്ടികൾ മദ്യപിച്ചു, അതും പരസ്യമായി. സോഷ്യൽ മീഡിയകളിൽ അത് വലിയ വാർത്തയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു പലരും. കേരളത്തിൽ എന്നല്ല, ലോകത്തിൽ തന്നെ ധാരാളം പെൺകുട്ടികൾ മദ്യപിക്കുന്നുണ്ട്. എന്തിന്? പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഞങ്ങൾക്ക് പുരുഷന്മാരുടെ അതേ അളവിൽ കള്ളുകുടിക്കാനും ആക്രമിക്കാനും പരസ്യമായി തെറി പറയാനും അവകാശമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അത്തരം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ മുൻപന്തിയിലാണ്. ആ നിലയ്ക്ക് ഈ 3 പെൺകുട്ടികൾ മദ്യപിച്ചത് ആർക്കാണ് ഇത്ര ചുരുക്ക്? സ്വന്തം ഉടുതുണി പരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന മകളരത്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ 3 പെൺകുട്ടികൾ കൂകിത്തെളിയാൻ ശ്രമിച്ചതിൽ ഇത്രയധികം ആക്ഷേപവും വിഹുലതയും ജനങ്ങൾക്കുണ്ടാകുന്നു? നമ്മുടെ ജാമിദ ദേവി 3 അതിലധികമോ കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട് ഈ 3 പെൺകുട്ടികളെ വിറ്റുകാശാക്കാൻ. അത് യൂട്യൂബിൽ നിറഞ്ഞ പ്രദർശനം നടക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ജാമിദമാർക്കും സംഘമിത്രങ്ങൾക്കും ഇവരെ ക്രൂശിക്കാൻ ഇത്രയധികം താല്പര്യം? ആ താല്പര്യം അവരുടെ വേഷത്തിൻ്റെതാണ്. അതിൽ നമുക്ക് ജാമിദയുടെ ഗിരിപ്രഭാഷണം ഒന്ന് കേൾക്കാം. 3 സ്ത്രീകള് കള്ള് ഷാപ്പിൽ പോയിരിക്കുന്നു. അവർക്കൊന്ന് കള്ളു കുടിക്കണമെന്ന് തോന്നി. ശരി, കള്ളു കുടിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞു കുടിക്കണം, എന്നാലേ അത് ഹലാലാകും. ഒന്നാമത്തെ പോയിന്റ് അതാണ്. 2, ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പോകാനുള്ള ധൈര്യം കാണിക്കണം. 2, 3, ജെൻഡറും ഹൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അവര് ആണുങ്ങൾ കള്ള് ഷാപ്പിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇപ്പോ ആണുങ്ങൾ മാത്രമേ തെറി വിളിക്കാൻ പാടുള്ളൂ. എന്താ പെണ്ണുങ്ങൾ തെറി വിളിച്ചാല് എന്ന രൂപത്തിൽ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടില്ലേ? അതുപോലെ അതെന്തിനാ ആണുങ്ങൾക്ക് കള്ള് ഷാപ്പിൽ പോയി കള്ളു കുടിക്കാം? അവിടുത്തെ കള്ള് ഷാപ്പിലെ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പരിചയമില്ല കേട്ടോ, എനിക്ക് താല്പര്യവുമില്ല. പോയി കള്ളു കുടിച്ചു. അവിടുത്തെ കറികളും സാധനങ്ങളും ഒക്കെ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് സ്ത്രീകൾ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹിജാബ് ഇട്ട് ഈമാൻ അങ്ങനെ തന്നെ പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് പോയത് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് താത്തമാരാരും പോയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ അവര് മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുടെ വേഷവിധാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അവരുടെ മതം ഏതാണ് എന്ന്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങളൊന്നും ഉയർന്നു വരാത്തത് എന്ന് വിചാരിക്കാം തൽക്കാലം. അങ്ങനെ ഈ താത്തമാരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടു. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും മ്യൂസിക്കുള്ള ഒരു വീഡിയോ ആണ്. തൽക്കാലം മ്യൂസിക് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഞാനിത് വീണ്ടും നിങ്ങളോട് ഇതിനെ സംബന്ധിച്ച് പറയാൻ കാരണം ആ വീഡിയോയെ കുറിച്ചിട്ട് പല ആളുകളും പറഞ്ഞ കമന്റുകൾ ഉണ്ടല്ലോ, ഒന്ന് കേൾക്കേണ്ടുന്ന കമന്റുകൾ തന്നെയാണ്. വളരെ രസകരമായിട്ടുള്ള കമന്റുകളാണ് എല്ലാം. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കണം. ആ വീഡിയോ ഒന്ന് നോക്കിക്കോ. കള്ളാണല്ലോ ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ ഹൈഡ് ചെയ്തതാണ്, മോർഫ് ചെയ്തതാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു കളയുമേ. ഇതാ അവിടെ പുറകിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. താത്ത കുടിച്ചു കഴിഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞു കുടിച്ചു. ശരി, തൊട്ട് നോക്കി അവിടുത്തെ അടിപൊളിയാണ്, നമ്മൾ വയ്ക്കുന്നതിനെക്കാട്ടിൽ മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലായി ഒഴിച്ചു കൊടുക്കുന്ന ആള്. അപ്പോൾ ഇവരെടുത്ത സെൽഫി വീഡിയോ അല്ല ഇത്, മറ്റാരോ പകർത്തിയതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ മുസ്ലിം സ്ത്രീകൾക്ക് എന്താ കള്ളു കുടിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ആരും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ സ്വർണം കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന, മലദ്വാർ ഗോൾഡ് കൊണ്ടുവന്നിറക്കുന്ന, ഉമ്മറത്തൂടി ഗോൾഡ് കൊണ്ടുവന്നിറക്കുന്ന ആളുകളൊക്കെയും ഹിജാബ് ധരിക്കാറുണ്ട്, അവരൊന്നും മുസ്ലിം അല്ല എന്നായിരിക്കും ഇവർക്ക് പറയാനുള്ളത്. നമ്മൾ അത്തരം ന്യായീകരണങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഉസ്താദുമാര് മദ്രസയിൽ കുട്ടികളെ കമിഴ്ത്തിക്കിടത്തിയും മലർത്തിക്കിടത്തിയും പിടിച്ചും ഞെരിച്ചും ഒക്കെ സുഖിക്കുന്നത് അവര് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണോ? ജാമിദ കണ്ണിൽ നിന്നും തുടങ്ങി ഉസ്താദുമാരുടെ ലീലാവിലാസങ്ങളിൽ ഇവർ എത്തിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഈ 3 പെൺകുട്ടികളുടെ കള്ളുകുടിയാണ് വിഷയമെങ്കിൽ അതിനെക്കുറിച്ചല്ലേ ജാമിദ പറയേണ്ടത്. പകരം ജാമിദ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെ ആക്രമിക്കുക, ഇസ്ലാമിനെ തരം താഴ്ത്തുക എന്നത് തന്നെയാണ് ജാമിദയെ പോലുള്ള വൃത്തികെട്ട നാവലുകളുടെ ലക്ഷ്യവും. 3 പെൺകുട്ടികൾ മദ്യപിച്ചു,
അതും പരസ്യമായി. അത് സമൂഹത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയല്ല ജാമിദയെ പോലെയുള്ളവർ ചെയ്തത്. പകരം അത് ആഘോഷമാക്കുകയും അത് പ്രമേയമാക്കി സോഷ്യൽ മീഡിയകളിൽ കവിത രചിക്കുകയുമാണ് ചെയ്തത്. ഇതിനൊന്നും കാരണം ആ പെൺകുട്ടികളോടുള്ള വെറുപ്പല്ല, ആ പെൺകുട്ടികളുടെ വേഷവും അവർ ഉൾപ്പെടുന്ന മതവുമാണ്. ഇസ്ലാമിൽ മദ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നുവെന്നാണ് ജാമിദ പറയുന്നത്. അത് ജാമിദ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടല്ല, കൂലിക്ക് പറയുമ്പോൾ അത്രയെങ്കിലും പറയണ്ടേ എന്ന് കരുതിയാണ്. ഇസ്ലാം മദ്യം പോലെയുള്ള വസ്തുക്കൾ അഥവാ മനുഷ്യന്റെ സ്വബോധം നശിപ്പിക്കുന്ന വസ്തുക്കൾ വർജിക്കണം, അത് തെറ്റാണെന്ന് പഠിപ്പിച്ചത് മദ്യം പോലെയുള്ള വസ്തുക്കൾ എല്ലാ തിന്മകൾക്കുമുള്ള വഴികാട്ടിയാണ്, അതിലേക്കുള്ള വഴിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതിലേക്ക് പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ട് മുസ്ലിങ്ങളിൽ നിന്നും ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർ അധികരിക്കുന്നു എന്ന ചോദ്യത്തിന് ജാമിദയെ പോലുള്ളവർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ജാമിദയെ പോലുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നവരുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി എന്നതാണ്. മുസ്ലിമായ പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി വളർന്ന, മുസ്ലിമായി ജീവിച്ച ജാമിദക്ക് ഇസ്ലാമിനെയും ഖുർആനെയും അള്ളാഹുവിനെയും പ്രവാചകനെയും തെറി പറയാൻ എങ്ങനെ കഴിയുന്നു? അതേ രീതിയിൽ തന്നെയാണ് ആ പെൺകുട്ടികൾക്ക് കള്ളുകുടിക്കാനുള്ള ആത്മചോദനം ഉണ്ടായത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെന്ന് വാശി പിടിച്ചാലും എല്ലാ മതങ്ങളും മനുഷ്യനോട് ഉത്ബോധനം ചെയ്യുന്നത് തെറ്റുകൾ വെടിഞ്ഞ്, അധാർമികത വെടിഞ്ഞ് ധാർമ്മിക മൂല്യമുള്ള നന്മയുള്ള മനുഷ്യരായി തീരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കാനും ജീവിക്കാതിരിക്കാനും ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ മനുഷ്യർക്ക് അവകാശമുണ്ട്. ഇസ്ലാം മദ്യം തിന്മയുടെ മാതാവാണെന്ന് പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം ജനത മദ്യപാനത്തിന്റെ കാര്യത്തിൽ 0% അടുത്താണ് നിൽക്കുന്നത്. ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ജനത ക്രിസ്ത്യാനികളും ഏറ്റവും കുറവ് മദ്യം ഉപയോഗിക്കുന്ന ജനത മുസ്ലിങ്ങളുമാണ്. യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലും ചിലർ മതപരമായ ചടങ്ങുകളിൽ പോലും വീഞ്ഞ് അത്യാവശ്യ വസ്തുവായി കാണുമ്പോൾ ഹിന്ദുമതത്തിലും പലരും പല ചടങ്ങുകളിലും മദ്യം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ ഒരു ചെറിയ അളവ് മദ്യം ഉപയോഗിക്കാറുണ്ടെങ്കിലും മതപരമായി നിഷിദ്ധമാക്കപ്പെട്ടതാണ് മദ്യം. മതം നിഷേധിക്കുന്ന രീതിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് മതത്തിന്റെ തെറ്റല്ല, മനുഷ്യന് മതത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കാനുള്ള ദുരാഗ്രഹം കൊണ്ടാണ്. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നല്ലൊരു ശതമാനം മനുഷ്യരും മതനിരാസത്തിലും ദൈവനിന്ദയിലും ജീവിക്കുന്നത്. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അന്യന്റെ മുതൽ അപഹരിക്കരുത്, മറ്റുള്ളവരെ സഹായിക്കണം എന്നെല്ലാം മതം ഉപദേശിക്കുമ്പോൾ അതിനെതിരെ മനുഷ്യൻ മുഖം തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ കുറ്റം കൊണ്ടല്ല, അത് മനുഷ്യന്റെ വൈകൃതമായ ചിന്തകൾ കൊണ്ടാണ്. നന്മ ചെയ്യുവാനും ധാർമ്മിക മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മതം ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ എന്നിട്ടും മതങ്ങൾ തെറ്റായി തോന്നുന്നുവെങ്കിൽ അവിടെ നമ്മുടെ ജീവിത മൂല്യങ്ങൾ നേരിന്റെ വഴികളിൽ നിന്നും വ്യതിചരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നന്മയുടേതാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? പിന്നെ ജാമിദയുടെ വായ മുനിസിപ്പാലിറ്റി കക്കൂസിനേക്കാൾ അസഖ്യമാണ്. അതിൽ നിന്നും യോനി, ശുക്ലം, സുന ഇത്യാദി അവയവങ്ങളെ ധ്വനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ പുറത്തു വരൂ. അതവരുടെ സംസ്കാരം മാറിയതിന്റെ ഭാഗമാണ്. ഉസ്താദ് ചിരിച്ചിട്ടും മലർത്തിയും കമഴ്ത്തിയും ഒക്കെ സുഖിച്ചതിന്റെ കഥ ഇത്രയും വൃത്തിയും വെടിപ്പോടെയും ജാമിദ പറയുമ്പോൾ അത് തീർത്തും ജീവിതാനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. കാരണം ജാമിദ പഠിച്ചതും ഇതേ മദ്രസകളിൽ ഇതേ ഉസ്താദുമാരുടെ അടുത്ത് തന്നെയായിരിക്കണം. മാത്രമല്ല പിന്നീട് പഠിച്ചത് അറബി കോളേജിലും പഠനശേഷം ഇതുപോലുള്ള മദ്രസകളിലും ജാമിദ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉസ്താദന്മാരുടെ ആ സുഖത്തിന്റെ ഒരു ഭാഗമാകാൻ ജാമിദക്കും കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും കൃത്യതയോടെയും വെടിപ്പോടെയും കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാൻ ജാമിദക്ക് കഴിയുന്നത്. മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായ പരിശുദ്ധ കഅബയിലെ ഹജറുൽ അസ്വദ് എന്ന കറുത്ത ശിലയെ യോനിക്കല്ല് എന്ന് ഒരു വീഡിയോയുടെ തമ്പനയിൽ ജാമിദ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഭീകരവാദികളുടെ മതമെന്ന് വിശേഷിപ്പിക്കുന്ന ജാമിദക്ക് ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളെയും ഇസ്ലാമിന്റെ പ്രവാചകന്മാരെയും തെറി പറയുന്ന അതേ നാവുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും അമ്പലത്തിലെ ദേവീദേവന്മാരെയോ ദൈവങ്ങളെയോ തെറി പറയാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെ ചെയ്താൽ ജാമിദ വീടോടെ കത്തിച്ചാമ്പലായിരിക്കും. RSSന്റെ ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്നെന്ന് പറഞ്ഞ അതേ മന്ത്രിയുടെ വീടിന് മുന്നിൽ അതേ ഭാരതാംബയ്ക്ക് തിരിതെളിക്കാൻ വന്ന RSSന്റെ തൃശൂലത്തിന്റെ മൂർച്ച അന്ന് ജാമിദ അറിയുകയും ചെയ്യും.
ഇവിടെ മുസ്ലിമിനെ എന്തും പറയാമെന്ന പൊതുബോധ്യം ജാമിദക്കും ആരിഫ് ഹുസൈനും ഒക്കെ വന്നിട്ടുണ്ട്. ആ ധീരോദാത്ത പ്രവൃത്തികൾക്ക് സംഘശക്തികളുടെ പിന്തുണയും സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കണം. അതല്ലാതെ ധർമ്മ സംരക്ഷണത്തിനല്ലല്ലോ ഇവരെ പോലെയുള്ളവർ ഇസ്ലാമിന്റെ തെറി പറയുന്നത്.